നമസ്കാരം. നമ്മുടെ നാട്ടിലെ പലരുടെയും ഒരിക്കലും തീരാത്തൊരു മോഹമാണ് പത്മ പുരസ്കാരം കിട്ടുക എന്നുള്ളത്. പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ പോലും അതിനെ ആസ്പദമാക്കി മലയാളത്തിൽ വളരെ ഹിറ്റായി മാറിയിരുന്നു. ഓരോ വർഷവും പണ്ടൊക്കെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനുവേണ്ടി ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഈ സിനിമയുടെയൊക്കെ തന്നെ ഇതിവൃത്തമായി മാറിയത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ശരിക്കും അർഹരായ ആളുകൾക്ക് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. ഇതുപോലെ ഉള്ളിലൊരു മോഹം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. അദ്ദേഹം വളരെ അതിസമ്പന്നനായ വ്യക്തിയാണ്. പക്ഷേ അപ്പോഴും ഉള്ളിലൊരു മോഹമുണ്ട്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങണം എന്ന്. ഈ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അദ്ദേഹം പഠിച്ച പണി 18 നോക്കിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഓപ്പറേഷൻ സിന്ധു തുറന്ന് ഇന്ത്യയുടെ അങ്ങേറ്റം വിജയിച്ച സൈനിക നടപടി നിർത്തിപ്പിച്ചത് താനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതുപോലെ ഗാസയിൽ സമാധാനം കൊണ്ടുവന്നത് താനാണെന്ന് പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തി നോക്കി. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായി തനിക്ക് നോബൽ സമ്മാനം സമാധാനത്തിനായി നൽകണമെന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ആവശ്യം. എന്തിനേറെ പാകിസ്ഥാൻ പോലും ട്രംപിൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്നു സമാധാനത്തിനായി. എന്നാൽ നൊബേൽ സമിതി കണ്ടെത്തിയത് മരിയ കൊറീനോ മച്ചാഡോ എന്ന വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവിനെയായിരുന്നു. വെനിസ്വേലയിൽ മഡൂറോയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ അതിശക്തമായ തോതിലുള്ള പോരാട്ടം നടത്തുന്നതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു മച്ചാഡോ. ഏതായാലും ഡൊണാൾഡ് ട്രംപിന് അത് വളരെ നിരാശയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് വെനിസ്വേലയിൽ അമേരിക്ക സൈനിക നടപടി നടത്തുന്നതും അവിടെ പ്രസിഡൻ്റായിരുന്ന മഡൂറോയെ അമേരിക്കയിലേക്ക് ബന്ദിയാക്കി കൊണ്ടുവന്നതുമൊക്കെ തന്നെ. ഇതിന് തൊട്ട് പിന്നാലെ മച്ചാഡോ ആഹ്ലാദത്തോടെ പ്രഖ്യാപിച്ചു, വെനിസ്വേലയിൽ സമാധാനം തിരികെ കൊണ്ടുവന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഞാൻ ഈ നോബൽ സമ്മാനം കൈമാറുന്നു എന്ന്. ഇതിൻ്റെ തൊട്ട് പിന്നാലെ നോർവീജിയൻ നോബൽ കമ്മിറ്റി ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അവർ അന്ന് പറഞ്ഞത്, ഒരു കാരണവശാലും ഈ നോബൽ സമ്മാനം ഒരാൾക്ക് ലഭിച്ചാലും മറ്റൊരാൾ കൈമാറാൻ കഴിയുകയില്ല. പലപ്പോഴും ഒരേ മേഖലയിൽ തന്നെ 2 പേർക്കൊക്കെ നോബൽ സമ്മാനം വീതിച്ച് നൽകുന്ന പതിവുണ്ട്. പക്ഷേ ഒരാൾക്ക് നോബൽ സമ്മാനം നൽകിയാൽ അയാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വ്യക്തിക്ക് സമ്മാനിക്കാൻ അല്ലെങ്കിൽ നൽകാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ കർശനമായി തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മച്ചാഡോ അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. ഈ തനിക്ക് ലഭിച്ച നോബൽ സമ്മാനം ട്രംപിന് കൈമാറി. ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മച്ചാഡോയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ട്രംപ് സംസാരിച്ചത്. അവർ വളരെ മിടുക്കിയ ഒരാളാണ്, പ്രഗത്ഭയാണ്, അവർ എനിക്ക് ഈ സമ്മാനം കൊണ്ട് തന്നതിൽ ഞാൻ അവരോടൊന്നും കടപ്പെട്ടിരിക്കുന്നു തുടങ്ങി ഒരുപാട് നല്ല വാക്കുകളൊക്കെ ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ നൊബേൽ സമാധാന കമ്മിറ്റി ഇതിനെതിരെ വിയോജിപ്പുമായി രംഗത്തെത്തിയത്. നേരത്തെ തന്നെ തങ്ങൾ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഒരു കാരണവശാലും മച്ചാഡോയ്ക്ക് സമ്മാനം മറ്റൊരാൾ കൈമാറാൻ കഴിയുകയില്ല എന്നവർ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തങ്ങളുടെ പ്രഖ്യാപിത നയത്തിന് എതിരാണെന്നാണ് അവർ പറയുന്നത്. തങ്ങളിത് അംഗീകരിക്കുകയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാത്രമല്ല അവർ പറയുന്ന ഒരു ന്യായം, ഒരു വ്യക്തിക്ക് നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം അയാൾ മരിച്ചാൽ മരണശേഷം ഇത് അയാൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വേണമെങ്കിൽ കൈമാറാം. അത് അവരുടെ പേരിലായിരിക്കില്ല, മരിച്ചയാളുടെ പേരിൽ തന്നെ ആയിരിക്കും സമ്മാനം. പക്ഷേ ഇതിൻ്റെ സമ്മാനവും മറ്റു വിശദാംശങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ ഫലവും എല്ലാം വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൈമാറാം. അതല്ലാതെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് തനിക്ക് കിട്ടിയ നോബൽ സമ്മാനം കൊണ്ട് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് ഇപ്പോൾ നോബൽ സമിതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് വളരെ വിചിത്രമായൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ തനിക്കിത് വേണ്ട, താൻ മറ്റൊരാൾക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നത്. വേണമെങ്കിൽ നോബൽ സമ്മാനം പ്രഖ്യാപിച്ച ആളെ തന്നെ അവർക്ക് നിരസിക്കാമായിരുന്നു, എന്നെക്കാൾ അർഹതയുള്ള ആൾ ട്രംപ് ആണെന്ന് പറയാമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ എന്തുകൊണ്ടാണ് ട്രംപിനെ സോപ്പിടാൻ വേണ്ടി ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മച്ചാഡോയ്ക്ക് ഇപ്പോഴും വെനിസ്വേലയിൽ പ്രസിഡൻ്റ് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ മഡൂറോയെ പുറത്താക്കിയതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് മച്ചാഡോയെ പ്രസിഡൻ്റ് ആക്കുമെന്നാണ് പലരും കരുതിയിരുന്നത്. എങ്കിലും അദ്ദേഹം അവിടുത്തെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആക്കിയത് അവിടുത്തെ വൈസ് പ്രസിഡൻറ്റിനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മച്ചാഡോയെ പ്രസിഡൻ്റ് ആക്കാത്തതെന്നുള്ള ചോദ്യത്തിന് ട്രംപ് അന്ന് ഉത്തരം നൽകിയതുമില്ല. കാരണം അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു മച്ചാഡോ. അങ്ങനെ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് മച്ചാഡോയെ അവിടുത്തെ പ്രസിഡൻ്റ് ആക്കാമായിരുന്നു. പക്ഷേ പ്രസിഡൻ്റ് ആക്കാതെ വൈസ് പ്രസിഡൻറ്റിനെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആക്കി. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാര്യം കാണുക, തനിക്ക് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് മച്ചാഡോയ്ക്കും ഈ ഒരു അമളി പിണഞ്ഞിരിക്കുന്നത്. പക്ഷേ മച്ചാഡോ ആകട്ടെ മഡൂറോയെ പുറത്താക്കിയതിന് ശേഷം പല വർഷങ്ങളായി ഒളിവിലായിരുന്നു, മറ്റു പല രാജ്യങ്ങളുമായി അവർ മാറി താമസിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ചെന്ന് പെട്ടിരിക്കുന്നത് ശരിക്കും വെട്ടിലാണ്. കാരണം അവർ എന്തൊക്കെ പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിന് തൻ്റെ നോബൽ സമ്മാനം കൈമാറിയാലും നോബൽ പുരസ്കാരം കൈമാറിയാലും അതിനെ അംഗീകരിക്കുകയില്ല എന്ന് നോബൽ സമാധാന കമ്മിറ്റി തന്നെ പറയുമ്പോൾ അതിന് പ്രസക്തിയില്ലാതാകുന്നു എന്നുള്ള കാര്യത്തിൽ നിന്നും ആർക്കും ഒരു തർക്കവുമില്ല. കാരണം നോബൽ സമ്മാനം ആർക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നോബൽ സമ്മാന സമിതിയാണ്. നോർവീജിയൻ സമാധാന
നോബൽ സമിതിയാണ് ഇത് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ആ സമ്മാനം കിട്ടിയ ആൾ ഞാൻ ഇതെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നിട്ടും ഡൊണാൾഡ് ട്രംപ് ആ പുരസ്കാരവും കയ്യിൽ വെച്ചുകൊണ്ട് മച്ചോടൊക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതെല്ലാം തന്നെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം ട്രംപ് മറ്റൊരു പ്രാഞ്ചിയേട്ടനായി മാറിയോ എന്നുള്ളതാണ്. കാരണം പ്രാഞ്ചിയേട്ടൻ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഫ്രാൻസിസ് പരമാവധി തനിക്ക് പത്മപുരസ്കാരം കിട്ടാൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് ഒരുപക്ഷേ ട്രംപിൻ്റെ ഈ ഒരു തമാശ കാണുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്.